ഹായ് കൂട്ടുകാരി, അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഞാനും മിക്കും അപ്പവും കൂടെ അല്ലേ പോ വെറുപ്പിക്കില്ലല്ലേ നിങ്ങളെ എപ്പോഴും പോത്തുണ്ടി പോയിട്ട് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇന്ന് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകട്ടെ. ഇന്ന് ചിലപ്പോൾ നമ്മളുടെ പോത്തിനെ കൊണ്ടുപോകാൻ ആൾ വരുന്ന പറഞ്ഞത്. അറിയില്ല, നമുക്ക് നോക്കാം. എന്താ മിക്കൂസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് എന്തായാലും പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളുടെ യാത്ര തുടരുകയാണ്. മിക്കൂസ് വാച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. മിക്കു വാച്ച് കാണിച്ചു കൊടുക്ക്. പാട്ട് വെച്ച് കൊടുക്കും. മിക്കുവിൻ്റെ വാച്ചിൽ പാട്ടൊക്കെ ഉള്ളൊരു വാച്ചാണ് കേട്ടോ. വേണ്ട, എന്ത് വാച്ചാണ് മിക്കു? ശരി, അപ്പോൾ നടക്കാം, നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ യാത്ര ഇതാ തുടർന്നുണ്ട് കേട്ടോ. മിക്കു ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഇവിടുത്തെ ജംഗ്ഷൻ കഴിഞ്ഞിട്ടാട്ടോ ഹെൽമെറ്റൊക്കെ ഇടുകയുള്ളൂ. അപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനിടയിൽ വാങ്ങിച്ചതിന് ശേഷമൊക്കെ ഹെൽമെറ്റ് ഇടുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം പെട്രോൾ പമ്പ് ഉണ്ട് നമ്മുടെ അടുത്തുള്ള അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പമ്പിൽ തന്നെ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് പിന്നെ ഇവിടെ നിന്നാട്ടോ നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതങ്ങനെ നമ്മൾ ഗട്ട്സിലെത്തി. മിക്കുവിനും ഗട്ട്സ് എന്നാണ് ഒരു പാൻറ്റ് നോക്കിയത്. പിന്നെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തത് നമ്മളുടെ 2 കടയാണ് കേട്ടോ. പാലക്കാട് പോയാൽ നമ്മൾ പോവുക ഗട്ട്സും ബി കിഡും. അപ്പോൾ നമ്മളിത് ആ ഗട്ട്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച പാൻറ്റ് കഴിഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബി കിഡിലോട്ട് പോയിട്ടാണ്. ബി കിഡിൽ പോയപ്പോൾ അവിടെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബി കിഡിക്കാണ് വന്നത്. പക്ഷേ അവിടെ കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഗട്ട്സിലോട്ട് ചുറ്റി വന്നു. കാരണം മലമ്പുഴയ്ക്ക് പോകുന്നത് നമ്മൾ ബി കിഡിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കേട്ടോ. അപ്പോൾ ബി കിഡ് ഇല്ല, ഓപ്പൺ അല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് അവിടെ തന്നെ പോയി വീണ്ടും തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ മിക്കൂസ് അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ മിക്കുവിന് പാൻറ്റ് എടുക്കാൻ പോയിരിക്കുക കേട്ടോ. അങ്ങനെ പാൻറ്റൊക്കെ നോക്കി അവസാനം കിട്ടാണ്ടായപ്പം ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ല വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരു 3-4 തവണ ഈ ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അവിടുത്തെ ഭൂരിയും അതുപോലെ തന്നെ സാധാ റോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിറങ്ങി ഇതാ നമ്മൾ മലമ്പുഴൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. പക്ഷേ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് സ്നേക്ക് പാർക്ക് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പൈനാപ്പിളും മാങ്ങയും നെല്ലിക്കയും ഒക്കെ ഉപ്പിലിട്ട ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ മേടിച്ച് അപ്പോൾ ഇതാ നമ്മൾ സ്നേക്ക് പാർക്ക് കാണാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. എന്ത് കാണണം? ഡാം കാണണം, സ്നേക്ക് കാണണം, എന്ത് കാണണം? പാപ്പുവാ. ശരി, പാപ്പു കാണാൻ പോകും. അങ്ങനെ നമ്മളിതാ സ്നേക്ക് പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ക്യാമറ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അനുവാദമൊക്കെ ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. എന്താ കാണാനാ? പാമ്പ്, സ്നേക്സ്. ഇതേണ്ട ഓരോ പാമ്പും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. ആ എൻ്റെ വരെയുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഓരോരോ പാമ്പിനെയായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ പാമ്പിനെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്താവും. അപ്പോൾ നമ്മൾ അണലി, അപ്പോൾ ഓരോ പാമ്പിനെ കാണിക്കുന്നത് മെയിനായിട്ടുള്ള പാമ്പുകളെയും മുതലകളെയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുക കേട്ടോ. വലിയ വലിയ പാമ്പുകളാണ്, കണ്ടാൽ നമുക്ക് അറപ്പൊന്നും പേടിയൊക്കെ തോന്നുന്ന തരത്തിലാട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ശരിക്കുള്ള പാമ്പുകളെ കാണാൻ പോകുന്നത്. അയ്യോ, കണ്ടു കഴിഞ്ഞാൽ കൈകാലൊക്കെ തരിക്കും പേടിച്ചിട്ട്. ഒരുമാതിരി അറക്കുന്നു. അതിലൊക്കെ അങ്ങനെ ചേരാ ഇത് മഞ്ഞച്ചേരിയപ്പോൾ ഇതിലൊക്കെ ഇഷ്ടംപോലെ പാമ്പുകൾ കെട്ടുകൂടി കിടക്കണത്. നമുക്കത് വലിയൊരു ചേരപ്പമ്പ്. എങ്ങനെയുണ്ട് പാമ്പുകൾ? നോക്ക്, പറയൂ. മിക്കു എത്ര പാമ്പുകളിനെ കണ്ട്? അടിപൊളിന്ന്. ഞാൻ പേടിച്ച് ഇരിക്കില്ലേ കാണുമ്പോൾ അറച്ചിട്ട് പാമ്പുകളെ. ഇഷ്ടം പോലെ പാമ്പുകൾ ഇങ്ങനെ കെട്ടുവാണെങ്കിൽ നടക്കണമെങ്കിൽ നമുക്ക് പേടിയാവുക. നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇനി ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ക്രോക്കഡൈൽ മുതലേ കാണാൻ പോകാട്ടോ അല്ലേ. നമ്മൾ മലമ്പുഴയ്ക്ക് അങ്ങോട്ട് പോയപ്പോൾ അധികം കയറാൻ പറ്റില്ല, പുതിയ എൻട്രൻസ് ആണ് പറഞ്ഞു പണി നടക്കുകയാണ്. ക്രോക്കഡൈൽ നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരാം. നമ്മൾ എന്ത് സംഭവം ഉണ്ടാണ്ട് കിടക്കുന്നത്. പിന്നെന്ത് ചെയ്യണത്? ചളിയൊക്കെ മതിയോ? വെള്ളം ഒരു അടിക്കുമായിരിക്കും. മിക്സ് എന്താ അടി? അത് പഠിക്കുന്നു. ക്രോക്കഡൈലോടെ നമ്മളില്ലേ മലമ്പുഴയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നോർമൽ എൻട്രൻസിലേക്ക് കയറുന്നത് അത് അടച്ചിരിക്കുകയാണ്. അപ്പോൾ വേറെ ഏതോ വലിയ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഇനി പോകട്ടെ. ചളി ഉണ്ടത്.
ഇതൊക്കെ മുതൽ അവിടെ നിന്ന് ഇഴഞ്ഞു വന്നത് അവിടെ വന്ന് ഫിക്ഷൻ പാമ്പുകളെ കാണാൻ പോകുന്നു കേട്ടോ. അവിടെ കുറേ പാമ്പുകളെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് മലമ്പാമ്പാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കാണാനുള്ളൊരു സംഭവം ഉണ്ടോ. അയ്യോ ഇതൊന്നും കാണിച്ചിരുന്നു. ഇവിടെ മലമ്പുഴ വന്നു കഴിഞ്ഞാൽ സ്നേക്ക് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ വലിയൊരു കൂട് തന്നെയാണ് കേട്ടോ ഈ മലമ്പാമ്പുകൾക്ക് ഒരുക്കിയിരിക്കുന്നത്. എരമിഴുങ്ങിയിട്ട് കിടക്കുന്നതുണ്ട്, എരമിഴുങ്ങാണ്ട് കിടക്കുന്ന പാമ്പുകളുണ്ട്. അവർക്കുള്ള തീറ്റ കോഴി അതുപോലെ ആമനെയൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ. നമുക്കതൊക്കെ കാണുമ്പോൾ പേടി വന്നിട്ട് വലിയ പാമ്പുകൾ കൂടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ കൂടെ പറ്റില്ല. നമ്മളേക്കും മെഴുങ്ങിയിട്ടുണ്ടാവില്ലേ, അതൊക്കെ ആലോചിക്കുമ്പോൾ പേടി തോന്നും കേട്ടോ. പക്ഷേ മരത്തിൻ്റെ മുകളിൽ എപ്പോഴും നമ്മൾ വരുമ്പോഴും ഒരു മലമ്പാമ്പ് മരത്തിൻ്റെ മുകളിൽ തന്നെ കിടക്കുന്നുണ്ടാവും കേട്ടോ. പല സൈസിലുള്ള പാമ്പുകളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ മുമ്പ് വന്നതിനേക്കാളും ഇപ്പോൾ പാമ്പുകൾ കുറച്ചും കൂടെ കൂടുതലായി തോന്നുന്നുണ്ട്. അത്രയും പാമ്പുകളുണ്ട് കേട്ടോ. പല സൈസിലും പല തരത്തിലുള്ള പാമ്പുകൾ എന്ന് വേണം പറയാൻ. അവർ ഇരമുഴുങ്ങിയിട്ട് കണ്ടു, ഒരു പാമ്പ് ഇരമുഴുങ്ങിയിട്ട് അതിൻ്റെ വയറൊക്കെ വീർത്തിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരുമാതിരി നമുക്ക് അറപ്പും പേടിയും എല്ലാം ഒന്നിച്ച് തോന്നും. ഇരമുഴുങ്ങി കിടക്കുന്ന ഫുൾ പാമ്പയിലിപ്പോൾ ഇവിടെ മുമ്പ് വരുന്നതിനെക്കാട്ടി കൂടുതൽ മലമ്പാമ്പുകൾ വികസിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഭയങ്കര ത്രില്ലിങ് ആണ്, പേടിയൊന്നും കാണില്ല. നമുക്ക് കാണുമ്പോഴാണ് ഒരുമാതിരി രോമാഞ്ചിഫിക്കേഷൻ വരിക ഒരുമാതിരി. അപ്പോൾ എന്താ പാമ്പുകളെ കണ്ട് പഠിച്ച് നിൽക്കണല്ലേ. ഞങ്ങൾ മലമ്പുഴയ്ക്കാണ് കയറാൻ വിചാരിച്ചത്, പക്ഷേ എൻട്രൻസ് മാറ്റിയതുകൊണ്ട് നമുക്കത് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ പോകാം കേട്ടോ. പാമ്പിൻ്റെ AC കിടക്കുന്ന പാമ്പുകളെ കാണാൻ പോകട്ടെ. നമുക്ക് AC കിടക്കുന്ന പാമ്പുകളാണല്ലോ ഏറ്റവും വിഷം കൂടിയ പാമ്പ്. അത് AC കിടക്കുന്ന പാമ്പുകൾ. ഇനി അടുത്ത് നമ്മളുടെ AC കിടക്കുന്ന കേട്ട് കാണാമെന്നത് സ്പോട്ടിൽ വെക്കുന്നതിൽ പോയി കോബ്ര രാജകുണ്ടായാലും രാജകുണ്ടായ വലിയ പാമ്പുകൾ കണ്ട് ഇതിൽ നമുക്ക് അറിയണ പോലെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പാമ്പുകളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതണ്ട നമ്മൾ കണ്ടതിലെ സൈസ് പാമ്പുകളിലിപ്പോൾ കൂസിനെ പേടിപ്പിച്ചിരിക്കുകയാണ്. വെളിയിലൊന്നും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, പാമ്പ് വരുന്നൊക്കെ കേട്ടാ. എവിടെ നമ്മൾ വരുന്ന വഴിക്ക് ഭൂരിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. വിശന്നിട്ട് കൂനെ പാൻറ് എടുക്കാൻ പോയിട്ട് പാൻറ്റൊന്നും കിട്ടിയില്ലല്ലോ. പോവാം ഗൈസ്. ഞാൻ പാമ്പ് കണ്ട് മതിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട് രാജപമ്പാലനെ. AC കിടക്കുന്ന രാജപമ്പാലാണ്. കണ്ട എത്ര വലിയ വലിയ പാമ്പുകളാണല്ലേ. ഫുൾ പാമ്പുകളുടെ ഒരു കൂടാരമാണ് കേട്ടോ ഇവിടെ ഉള്ളത് അല്ലേ. ഫുൾ പാമ്പുകളല്ലേ. ഒരു മുതലേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ളും നിറച്ച് പാമ്പുകളാണ്. അപ്പോൾ നമ്മളിത് അവിടെ പാമ്പുകളായിട്ട് കണ്ടിട്ട് നമ്മളിനി ഇവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്, ഡാമാണ്. നമുക്കിനി പാല് ഇറക്കണ സമയം 2:30 ആകുമ്പോഴേക്കും വീടെത്തണം കേട്ടോ. അതിൻ്റെ മുന്നിൽ നമുക്ക് ഡാമിൽ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊന്ന് വീട്ടിൽ പോവാം. ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ മേലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മേലേക്ക് ബൈക്ക് കൊണ്ട് പോവാം, പക്ഷെ അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ താഴെ തന്നെ പാർക്ക് ചെയ്തിട്ടോ പോകും. കണ്ടോ റോപ്പ്. അതെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ വയ്യാട്ടോ. ഇപ്പോൾ വെയിലത്ത് ഫുള്ള് അതാ ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ഫുള്ളും കാട് പിടിച്ചെടുക്കുന്നു. ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. വാ ഡാം മാത്രം കാണാൻ പറ്റും. നമുക്ക് തണലത്തൂടെ ഡാം കണ്ടിട്ട് വരാം കേട്ടോ. നമുക്ക് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ഇപ്പോൾ ഇവിടെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ പോകാം കേട്ടോ. മിക്കുവിന് മുമ്പ് ഇവിടെ വരുമ്പോൾ ഞാനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാമിൻ്റെ ഇവിടെ തന്നെ നിന്ന് നോക്കാം, അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. വേണ്ട ഇതാണ് മലമ്പുഴ ഡാം. മിക്കു ഏതാ ഡാം? നമ്മൾ വന്നത് ശരിക്കും അതിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതറിയാതെ വന്ന് പെട്ടുപോയിട്ടോ നമ്മള്. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും എൻട്രൻസ് ഇല്ല കേട്ടോ. ഫുള്ളും വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് ഡാം ഇങ്ങനെ കാണാൻ മാത്രം. ഡാം ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോവാം. റോപ്പിൽ പോണവർക്ക് റോപ്പിലും പോവാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. എപ്പോഴാണ് വർക്ക് കഴിയാന്നൊന്നും അറിയില്ല കേട്ടോ. ഫ്ലവർ ഷോ February 4 എന്നൊക്കെ കണ്ടിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് ഇപ്പോൾ February 4 അല്ലേ. ഇതാ ഡാം.
നമ്മള് ഡാമൊക്കെ കണ്ടിറങ്ങുകയാണ് കേട്ടോ. ഗാർഡൻ കാണാനില്ല. ഇപ്പൊ ആ മലമ്പുഴയ്ക്ക് വരാത്തതാണ് കേട്ടോ നല്ലത്. ഡാം കാണാനും റോപ്പിൽ പോണവർക്കും വരാം, ഗാർഡൻ കാണാനൊന്നും പറ്റില്ല. നമ്മളെ വന്നത് വേസ്റ്റ് ആയി. എന്നാലും നമ്മൾ വന്നത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്നേക്ക് പാർക്കിൽ പോയതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ പോത്തോണ്ടിയ ബെറ്റർ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാൻ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പാല് കറക്കേണ്ട ടൈം ആകുമ്പോഴേക്കും വീടെത്താം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ ബൈ പറയും.